നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഇന്ന് കലയറിങ്ങിൻ്റെ ദിവസം ഞാൻ പതിവ് പോലെ ഒരു റെസിപ്പിയുമായിട്ട് വന്നേക്കും. ഒരു പാചക കുറിപ്പ് തന്നെ. പാചകം എന്ന് പറഞ്ഞാൽ ഇത് വൈകുന്നേരത്തെ ചായക്കോ ഇല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലാതെ കണ്ട് വിശപ്പ് തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാനോ ഒക്കെ കൊള്ളാവുന്ന ഒരു ചെറിയ സാധാരണയായിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണിത്. വളരെ സിമ്പിളാണ് താനും. മാത്രമല്ല ഇത് നമ്മൾ ഇത്തിരി കൂടുതൽ ഉണ്ടാക്കി വെച്ചാൽ കേടാവാണ്ടിരിക്കുകയും ചെയ്യും. പെട്ടെന്ന് വൈകുന്നേരമൊക്കെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോൾ വല്ലാണ്ട് വിശക്കണമെന്ന് പറയുമ്പോൾ ഒക്കെ നമുക്ക് കൊടുക്കാം. അതിനൊക്കെ പറ്റിയതാണ്. ഞാൻ പറയട്ടെ, പാചകത്തിന് ഈ പലഹാരത്തിന് വേണ്ടതായ ഐറ്റംസ് ഉണക്കലരി ഉണ്ടെങ്കിൽ, ഞാൻ സാധാരണ ഉണക്കലരി കൊണ്ടാണ് ഉണ്ടാക്കാറ്. ഉണക്കലരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പച്ചരി ആയാലും മതി, പച്ചരി കിട്ടുമല്ലോ കടയിൽ, ഉണക്കലരി കിട്ടും. 1 കിലോ അരി, 1 കിലോ അരി ഒരു 5-6 മണിക്കൂർ കുതിർത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി വെച്ചിട്ട് പൊടിക്കണം. പൊടിച്ചിട്ട് അരിപ്പയിൽ അരിച്ചെടുക്കണം. അരിപ്പയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കണ്ണുള്ള അരിപ്പ, പുട്ടിനേക്കാൾ വലുതായിട്ടുള്ള കണ്ണുള്ള അരിപ്പ ഉണ്ട്, പൊട്ടിൻ്റെ പാത്രമുള്ളതുണ്ട്, അതിനേക്കാൾ നൈസായിട്ടുള്ളതുണ്ട്. 3 തട്ട് കിട്ടുമല്ലോ അരിപ്പയ്ക്ക്. ഇതിപ്പോൾ അങ്ങനെ ആയാൽ മതി. പുട്ടിൻ്റെ പാകത്തിനുള്ളതിനേക്കാൾ വലുത്, ഏറ്റവും വലിയ കണ്ണുള്ള അരിപ്പ. അപ്പോൾ ഒരുമാതിരി അങ്ങനെ ഇതായിട്ട് വരും. ധാരാളം തരങ്ങളുള്ള അരിപ്പൊടി കിട്ടും. ആ അരിപ്പൊടി അങ്ങനെ 6 മണിക്കൂർ കുതിർത്തിയിട്ടുള്ള അരി വാരി വെച്ച് വെള്ളം വാർന്നതിന് ശേഷം മിക്സിയിലിട്ട് പൊടിക്കാം. എന്നിട്ട് അരിച്ച് പൊടി റെഡിയാക്കി വയ്ക്കുക. ആ പൊടി റെഡിയാക്കി വെക്കുന്നത് ഒരു ഉരുളിയിലാണ്. 1 കിലോ അരിയുടെ പൊടിക്ക് 4 തേങ്ങ എന്നാണ് കണക്ക്. അപ്പോഴാണ് നല്ല സ്വാദ്. അതിൻ്റെ ഒരു കണക്ക് 4 അരിക്ക് 1 തേങ്ങ, അതാണ് കണക്ക്. ഇതിപ്പോൾ 1 കിലോ അരി എന്ന് പറയുമ്പോൾ എന്തായാലും 4 നാഴി ഇടങ്ങഴിയേക്കാൾ കൂടുതൽ അരി ഉണ്ടാകും എന്നാണ് കണക്ക്. എന്തായാലും 4 തേങ്ങ ഇല്ലെങ്കിൽ പോട്ടെ, നമ്മൾ സാധാരണയായിട്ട് വീടുകളിൽ ഇതിപ്പോൾ ഒരു കോമ്പറ്റീഷനൊന്നും അല്ലല്ലോ. അതുകൊണ്ട് 3 തേങ്ങ ആയാലും മതി. 3 തേങ്ങ പൊട്ടിച്ച് ചിരണ്ടി എടുക്കണം. മതി, മിക്സിയിലിട്ടിട്ട് ചിരണ്ടലായാലും മതി. അത് കഴിഞ്ഞിട്ട് ആ തേങ്ങ മുഴുവൻ ഈ അരിപ്പൊടിയിലേക്ക് അങ്ങ് കൂട്ടുക. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും ഈ പൊടിയിൽ ചേർക്കണം. കൂടാതെ ഒരു 2 സ്പൂൺ ജീരകം, ഇത്തിരി കൂടുതൽ വേണം, 2 സ്പൂൺ. ആ ജീരകം മിക്കല്ലേ വെച്ചിട്ടോ മിക്സിയിൽ വെച്ചിട്ടോ എങ്ങനെയായാലും ചതച്ചെടുക്കുകയാണ് ഏറ്റവും നല്ലത്. പൊടിയുമില്ല, എന്നാൽ അതേസമയം മുഴുവൻ കിടന്നിട്ടുള്ള ആ ഒരു ഇതുമില്ല, അതിൻ്റെ സ്വാദ് അതിന് കിട്ടുകയും വേണം. അപ്പം അതിന് ജീരകം ചതയ്ക്കണം. ഞാൻ സാധാരണ അമ്മിക്കല്ലി വെച്ചിട്ട് അമ്മിക്കൊണ്ട് ഒന്നങ്ങോട്ട് നിരക്കും. നല്ലതുപോലെ 4 നിരക്കല അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ജീരകം പൊടിഞ്ഞിട്ടുമില്ല ചതഞ്ഞിട്ടുമില്ല, പൊടിയാതിരുന്നിട്ടുമില്ല, ചതഞ്ഞ് നമുക്ക് കിട്ടും. എന്നിട്ട് കയ്യിലിട്ടിട്ട് ഒന്നങ്ങോട്ട് തിരുമ്മുക, അതും ഇതിലേക്ക് ഇട്ടു. ഈ പൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ആ ഉപ്പും ഇതിലേക്ക് ഇടുക. എന്നിട്ട് 2 കൈയും പ്രയോഗിക്കുക. ആദ്യം ചട്ടുകം കൊണ്ടൊക്കെ ഒന്ന് ഇളക്കുക. അത് കഴിഞ്ഞതിന് ശേഷം കൈ 2ഉം കൂട്ടിപ്പിടിച്ച് നല്ലോണം ഇങ്ങനെ അങ്ങോട്ട് ഒതുക്കണം. കൈ ഇങ്ങനെ അങ്ങോട്ട് കൂട്ടിപ്പിടിക്കുക, ഇങ്ങനെ ഒതുക്കുക, ഇങ്ങനെ ഒതുക്കുക. ഇങ്ങനെ ഒതുക്കി എല്ലാം ഒന്ന് ഒതുക്കി, വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ. ഇങ്ങനെ തേങ്ങയും ഉപ്പും ജീരകവും ഈ അരിപ്പൊടിയും കൂടി സുഖമായിട്ട് അങ്ങോട്ട് യോജിച്ച് തിരുമ്മി ചേർത്ത് യോജിച്ച് ഒന്ന് പൊത്തി അവിടെ വയ്ക്കുക. പൊത്തി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ കഴിയട്ടെ. 1/2 മണിക്കൂർ കഴിഞ്ഞാൽ അതേ ഉരുളി തന്നെ മതി, പോരായൊന്നുമില്ല. വലിയ ഒരുമാതിരി ഇളക്കാവുന്ന പാകത്തിനാണെങ്കിൽ അതേ ഉരുളി തന്നെ. അടുപ്പ് കത്തിച്ചിട്ടാണെങ്കിൽ അങ്ങനെ അടുപ്പ് കത്തിച്ചിട്ടായാൽ എല്ലായിടത്തും ഒരുപോലെ കിട്ടും. ഗ്യാസാവുമ്പോൾ ആ മൂട്ടിൽ മാത്രമല്ലേ കിട്ടുള്ളൂ. വിറകടുപ്പുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ വിറകടുപ്പുണ്ടെങ്കിൽ നല്ലത് തന്നെയാണ്. പതുക്കനെ ആയാൽ മതി. ഒരേ കൊള്ളി വയ്ക്കുക, ഇടയ്ക്ക് ഇളക്കിയിടുക. അങ്ങനെ ഇളക്കി ഇത് നല്ല ചെമ്പറന്ന നിറമായിട്ട് അങ്ങോട്ട് വരും. അപ്പോൾ മാറ്റി പാത്രത്തിൽ നിന്ന് വെച്ചാൽ കരിഞ്ഞു പോകും അടി. അതുകൊണ്ട് പാത്രത്തിൽ നിന്നും മാറ്റി വലിയ സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്കോ അല്ലെങ്കിൽ ബേസിനിലേക്കോ എന്തിലേക്കെങ്കിലും വേറെ മാറ്റിയിട്ട് ചൂടാറിയതിന് ശേഷം പാത്രത്തിലാക്കി വയ്ക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്.
അതേപടി അല്പം കൂടി ഉപ്പ് ചേർത്ത് ഇതിൽ നിന്ന് കുറച്ചുകൂടി, ഇതിന് പറയുന്ന പേര് അവലോസ് പൊടി എന്നാണ്. ഈ അവലോസ് പൊടി ഉപ്പ് ചേർത്ത് കഴിക്കാം. ലേശം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട്, പോരെങ്കിൽ അല്പം കൂടെ ഉപ്പിടുക. ഒരു വറപലഹാരം പോലെയാണത്. അതല്ലെങ്കിൽ ചിലപ്പോൾ പഞ്ചസാര ഇടാം, പഞ്ചസാര ഇട്ടിട്ടും കഴിക്കാം. പിന്നെ മറ്റൊരു വിധത്തിൽ കഴിക്കാം. അത് കുറച്ച് ലാവിഷായിട്ടുള്ള സംഭവമാണ് കേട്ടോ. കുറച്ച് പഞ്ചസാര ഇടുക, കുറച്ച് തേൻ ഒഴിക്കുക. ഈ തേൻ ഇതിലങ്ങോട്ട് പെരണ്ട് കഴിഞ്ഞിട്ട് ഈ പഞ്ചസാരയുടെ മധുരവും കൂടി ചേർത്തിട്ടുള്ള അവലോസ് പൊടി സുഖമായിട്ട് കഴിക്കാം. നല്ല സ്വാദാണ്. ഇതൊന്നും കൂടാതെ കണ്ട് മറ്റൊരു സൂത്രം ചെയ്യാറുണ്ട്. പാളയം കുടമ്പഴം ധാരാളം ഉള്ളപ്പോഴാണെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് അതിലേക്ക് അരിഞ്ഞരിഞ്ഞ് 2-3 പഴം ഇടുക. കുറച്ചൊരു ബേസിനിലൊരു ബൗളിൽ കുറച്ച് പൊടിയിടുക, അത് കഴിഞ്ഞ് 2-3 പഴം അരിഞ്ഞിടുക, കുറച്ച് പഞ്ചസാര അരിഞ്ഞിടുക, നല്ല അസലായിട്ടൊന്ന് കുഴക്കുക. ഇപ്പോഴത്തെ കാലത്ത് മിക്സിയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് പുറകോട്ടാ തിരിച്ചാൽ മതി. അപ്പോൾ തിന്നാവുന്ന അരിയുണ്ടയായിട്ട് തിരി. ഈ പാളയം കുടമ്പഴത്തിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ ഉണ്ടയായിട്ടും തിന്നാം, എളുപ്പത്തിൽ കഴിഞ്ഞാൽ. അതും അല്ലെങ്കിൽ പഴം അരിഞ്ഞ് തന്നെ ഇട്ടിട്ടൊന്ന് ഇളക്കി ചേർത്തിട്ടും സ്പൂൺ കൊണ്ട് കഴിക്കാം. ഇങ്ങനെ പല വിധത്തിൽ ഈ അവലോസ് പൊടി തന്നെയാണ് ശർക്കര പാവ് കാച്ചി പൊടി അതിലേക്കിട്ട് കൈ കൊണ്ട് സഹിക്കാവുന്ന ചൂടോടെ ഉരുട്ടി ഉരുട്ടി അരിയുണ്ടയാക്കുന്നത്. ഇത് അരിയുണ്ടയും ആവും. ആ ശർക്കരയുടെ പാവ് മുറുകി കഴിഞ്ഞാൽ പിന്നെ ഉരുട്ടാൻ പറ്റില്ല. ചുടുക്കനെ തന്നെ ഉരുട്ടിയില്ലെങ്കിലും ഉരുട്ടാൻ പറ്റില്ല. അരിയുണ്ടയായിട്ട് ഈ അവലോസ് പൊടി ശർക്കര പാവ് കാച്ചി അതും ഉണ്ടാക്കാൻ പറ്റും. ഞാനിതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അവലോസ് പൊടി ഉണ്ടാക്കി, ലേശം ഉപ്പുണ്ട് ഇതിൽ, അതിൽ 2 സ്പൂൺ പഞ്ചസാര കൂടെ ഇട്ട് ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങളെ കാണിക്കാൻ. അപ്പോൾ ഇന്നത്തെ എൻ്റെ പാചകവിധിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻ അവലോസ് പൊടി, അരി, തേങ്ങ, അല്പം ഉപ്പ്, ജീരകം മാത്രം. നോക്കിക്കോളൂ, നല്ല ചെമ്പറന്ന നിറായിട്ട് നല്ല ചൂടാറിയിട്ടോ. അത് ഇത്തിരി നേരമായി ഉണ്ടാക്കിയിട്ട്. അങ്ങനെ തന്നെ ബേസിനിൽ ഇരിക്കുകയായിരുന്നു. ഞാൻ ഇപ്പോഴാണ് മാറ്റി വെച്ച് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് അവലോസ് പൊടി. അരി, തേങ്ങ, അത് ഈ നിറം വരണം, അങ്ങനെ നല്ല ചെമ്പറന്ന നിറം, അപ്പോഴേ മൂക്കുള്ളൂ. ഇത് കുറച്ച് ദിവസം ഇരിക്കും കേട്ടോ. എയർ ടൈറ്റായിട്ടുള്ള കുപ്പിയിൽ അടച്ച് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരികയാണ്, വന്ന വഴിക്ക് എന്താ തിന്നാന്ന് വെച്ചിട്ടല്ലേ വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ കുട്ടികൾക്ക്, ഇവിടെയുള്ള കുട്ടികൾക്ക് മധുരം അത്രയ്ക്ക് പിടുത്തല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ, ഞാനിതിലേക്ക് പുളി കുറഞ്ഞ ഇത്തിരി മോരങ്ങോട്ട് ഒഴിക്കും, ഇത്തിരി ഉപ്പ് ഇടും, പച്ചമുളക് കീറിയിടണമെന്ന് ചോദിക്കും. ചിലപ്പോൾ ഇട്ടോളാൻ പറയും. പച്ചമുളക് വലിയ കഷ്ണമായിട്ട് ഇട്ടാൽ മതി. ഞാൻ അത് കടിക്കണ്ട, അവർക്ക് എടുത്ത് മാറ്റി വെച്ചാൽ മതി. നേരിയ എരിവ് കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പം ഇഞ്ചി, പച്ചമുളകും ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ടുണ്ട് അരിഞ്ഞ് തൈരും കൂടി ചേർത്ത് ഇത്തിരി കൂടി ഉപ്പും ചേർത്ത് ഇളക്കി ഉടയ്ക്കുമ്പോൾ ഇതൊന്ന് കുതിരും. ആ കുതിർന്നിട്ട് അങ്ങനെ അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ ഇറക്കാൻ ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ അങ്ങനെ തൈര് ചേർത്തും കഴിക്കാറുണ്ട്. ചിലപ്പോൾ ഈ പറഞ്ഞോണം ഉച്ചയ്ക്ക് എന്താ കൂട്ടാൻ വെച്ചേ, സാമ്പാറാ എന്ന് പറയും. എന്നാൽ അതിലേക്ക് സാമ്പാർ ഒഴിക്കും എന്ന് പറയും. സാമ്പാർ ഒഴിച്ചിട്ടും ഇവിടെ കുട്ടികൾ ചിലപ്പോൾ ഒക്കെ കഴിക്കണ കാണാം. ചിലപ്പോൾ പപ്പടം പൊടിച്ച്, കാച്ചിയ പപ്പടം ഉണ്ടെങ്കിൽ അത് പൊടിച്ചിട്ടും അങ്ങനെയും കഴിക്കണ കാണാം. എന്തായാലും ഒരു കാര്യം, നല്ലൊരു പലഹാരം അത്. വൈകുന്നേരത്തെ ചായക്ക് ഈ പറഞ്ഞ വിധത്തിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പ്രയോജനപ്പെടുത്താം. നിങ്ങളുടെ ഭവനങ്ങളിൽ ഉണ്ടാക്കാറുണ്ടല്ലോ ഈ അവലോസ് പൊടി, ഇല്ലേ? ഇല്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കിക്കോളൂ കേട്ടോ, വേഗം ഉണ്ടാക്കിക്കോളൂ. ഉണ്ടാക്കാറുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. നിങ്ങൾ അതുപോലെയൊക്കെ തന്നെ അങ്ങോട്ട് ചെയ്തോളൂ. നമുക്കൊരു പലഹാരം ദാ കണ്ടോളൂ, അവലോസ് പൊടി. പഴം കൂട്ടി തിന്നാം, പഞ്ചസാര കൂട്ടി തിന്നാം, തേൻ കൂട്ടി തിന്നാം, പാലും പഞ്ചസാരയും കൂടി ചേർത്ത് കഴിക്കാം. ഇങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു വൈകുന്നേരത്തെ 4 മണി പലഹാരമാണ് ഈ അവലോസ് പൊടി. ഉണ്ടാക്കിയിട്ടുള്ളവർ ഇതൊരു മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാവുന്നവർ പറഞ്ഞു കൊടുക്കൂ, തന്നെ ഉണ്ടാക്കുന്നവർ ഉണ്ടാക്കൂ. എന്നിട്ട്
ആസ്വദിച്ചോളൂന്നേ. നല്ല പലഹാരം അത്. വേറെ ഈ കെമിക്കൽസ് ഒന്നും ഇല്ലല്ലോ. നമ്മുടെ നാടൻ പലഹാരമല്ലേ, പഴയ കാലത്തെ പലഹാരങ്ങളാണ് ആ ഒരു ദിവസപ്പൊടിയും അരിയുണ്ടയും ഒക്കെ. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ആ ഒരു ദിവസപ്പൊടി എങ്ങനെ ടേസ്റ്റ് നോക്കുന്നുണ്ടോ? നല്ലതാണ് കേട്ടോ. ഇതിൽ നേരിയ ഉപ്പേ ഉള്ളൂ. ഞാൻ അതിൻ്റെ കൂടെ ഇത്തിരി പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ട്. ഷുഗറൊക്കെ ഇട്ട് നല്ല സാരമില്ല, ഇത്തിരി അങ്ങോട്ട് തിന്നാം.